ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ്ടും ഇന്നൊരു ബീഫ് കറി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാൻ ഫ്രെയിമിൽ വന്നു. കാര്യം എന്തെന്നാൽ ഞാൻ നേരത്തെയും ഒരു ബീഫ് കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ അത് റിപ്പീറ്റഡ് അല്ല, ഇന്ന് ശരിക്കും എൻ്റെ ഹസ്ബൻഡ് ചെയ്ത ഒരു കറിയാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇവിടെ നിങ്ങൾ കാണുന്നത് കുക്കറിനകത്ത് ഞാനൊരു 1/2 കിലോ ബീഫ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് ഇത് കുക്ക് ചെയ്യാം. അപ്പം ഒരു 2 വിസിൽ വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. അതിനുള്ളിൽ വേറെ സാധനങ്ങളൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തും തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ സവാളയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയുണ്ട്, പിന്നെ ചെറിയ ഉള്ളി, കറി ലീവ്സ്, വറ്റൽമുളക്, പിന്നെ കുറച്ച് കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ സവാള അരിഞ്ഞ് കുറച്ച് കൂടുതൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കായപ്പൊടി എന്ന് പറഞ്ഞു, മറ്റേ നമ്മൾ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നമുക്ക് പൊടികളെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലായിട്ട് എടുക്കണം, മുളക് പൊടിയും കാട്ടിലും കൂടുതൽ. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. അത് പാകത്തിന് നമുക്ക് പാൻ വെച്ചിട്ട് ഇപ്പോൾ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ച് നമുക്ക് എണ്ണയെന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ഓയിലാവാം, പിന്നെ കോക്കനട്ട് ഓയിലും ആവാം. പക്ഷേ വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. അപ്പം നമ്മളിവിടെ എണ്ണ ഒഴിച്ചിട്ട് ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുകയാണ്. വഴറ്റിയതിന് ശേഷം നമുക്ക് സവാള ഇട്ട് വഴറ്റാം. ശരിക്കും ഞാൻ ഈ പറയാൻ വന്നത്, ഇവിടങ്ങളിൽ 2-3 വലിയ ഫേമസ് കടകളുണ്ട്. ഈ ബീഫിൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ള വിഭവമാണ് അവരുടേത്. അതായത് ബീഫ്, ചിക്കൻ, ബിരിയാണി, ഇതൊക്കെ വളരെ സ്പെഷ്യലാണ്. അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ ബീഫും പൊറോട്ടയൊക്കെ അത് പെട്ടെന്ന് തീർന്നു പോകും അവർക്ക്. അത് വളരെ ക്ലീനായിട്ടാണ് ശരിക്കും അവർ വെക്കുന്നത്. നമുക്കതാണ് മെയിൻ. അവർ തരുന്നതും അവരുടെ സറൗണ്ടിങ്സൊക്കെ നമ്മൾ നോക്കണം. അത് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. എവിടെയെങ്കിലും പോയി നമുക്കിത് വാങ്ങിച്ച് കൊള്ളാമെന്ന്. അപ്പം ഞാൻ എപ്പോഴും പറയും, നമ്മളിത് ഇവരുടെ അടുക്കളയും ഇവരുടെ വൃത്തിയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഇത് അവർ പബ്ലിക്കായിട്ട് തന്നെ ഇത് വെക്കുന്നതും കൊടുക്കുന്നതും. അപ്പം ഞങ്ങളിത് കഴിച്ച് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണിത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഇതൊരു മാജിക് എന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ദിവസം ഞാൻ വയ്ക്കാം, ഞാൻ അതുപോലെ വെച്ച് കാണിച്ചു തരാമെന്ന് പറയുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഒരു റെസിപ്പി. ഇതിലിപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റിയിട്ട് മഞ്ഞളിട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞളിട്ടതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് വഴറ്റുകയാണ്. അപ്പോൾ എന്നോട് പറയും, ഇതിലൊരുപാട് വലിയ ഇതൊന്നുമില്ല, പിന്നെ ഇതിനൊക്കെ വലിയ കാര്യം നിസ്സാരമാണ്, നമുക്കിത് ഗ്രഹിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ, കഴിക്കാൻ പറഞ്ഞൂടെ, ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് നന്നായിരിക്കും എന്ന് പറയും. അപ്പോൾ ഇതിലിപ്പോൾ മല്ലിപ്പൊടി ഇട്ട് പിന്നെ കുരുമുളക് പൊടിയും നമ്മളിടുന്നുണ്ട്. അപ്പം മുളക് പൊടി ഇട്ടു. അപ്പം കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് പിന്നെ ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ട് വഴറ്റണം. ശരിക്കും ഈ സാധനങ്ങളൊക്കെ, ഈ ഉള്ളിയായിരുന്നാലും മുളകായിരുന്നാലും മഞ്ഞളായിരുന്നാലും, എനിക്ക് എപ്പോഴും എൻ്റെ ഒരു പാഠം ഞാൻ പഠിച്ചിരിക്കുന്നത്, നമ്മളിപ്പോൾ ഈ ബീഫും കൂടെ ഇതിൽ തട്ടുകയാണ്. എളുപ്പം ഞാൻ ഇത്ര ഒരു ക്ഷമ കാണിക്കത്തില്ല. ഇങ്ങനെ ഈ വഴട്ടുമ്പം നല്ലതുപോലെ അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി അത് നമ്മൾ അങ്ങനെ മാറ്റി അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്ത് ഓരോന്നും അങ്ങനെ ചേർക്കുമ്പം അതിൻ്റേതായിട്ടുള്ള തനിമയായ രുചിയുണ്ട്. ഞാനാണെങ്കിൽ എപ്പോഴും പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രുചിക്ക് കുറവുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡ് ചെയ്യുമ്പോഴെല്ലാം ഭയങ്കര രുചിയാണ്. അവർ ഈ വഴറ്റിയെടുത്തൊക്കെ വരുമ്പോൾ ഭയങ്കര ക്ഷമയും അതുപോലെ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഇവർ ചെയ്യുമ്പോൾ. അപ്പം ഉപ്പിടുകയാണ് ഇപ്പോൾ പാകത്തിന്. ഇനി ഇത് നന്നായിട്ട് കിടന്ന് ഒന്ന് തിളച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കുക്ക്ഡ് ആകുമ്പോൾ നമുക്കിത് കടുവറുക്കാം. അത്രയേ ഉള്ളൂ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളിത് ചെയ്യാത്തവരിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ശരിക്കും മല്ലിയൊക്കെ കുറച്ച് കൂടുതലിടണം പിന്നെ ബീഫിനൊക്കെ എപ്പോഴും. അപ്പം ഇത് പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചെയ്യാറുണ്ട്. തേങ്ങാക്കൊത്ത് ഇന്ന് ഇടുന്നില്ല, പുള്ളിക്കാരൻ കടുവറുത്തൊഴിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട്, ഇവിടെ ശരിക്കും മഴയായതുകൊണ്ട് തേങ്ങ മേടിക്കണം. അത് തേങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് വാസ്തവം അതിടാത്തത്. അപ്പോൾ പുറത്തിറങ്ങാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് ഇതിനെ അടച്ചു വെച്ച് നല്ല ബോയിൽ ചെയ്യണം. അപ്പോഴത്തേക്ക് ഇത് ഇതിൻ്റെ എണ്ണമയമൊക്കെ തെളിഞ്ഞ് വരും.
അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാകവും പരുവവും. അപ്പം നമുക്ക് കടുവറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണവും ഒക്കെയാണ്. അപ്പം നമുക്കിത് ശരിക്കും ഇതിപ്പം അങ്ങനെ ആയി വരുന്നുണ്ട്, പൂർണ്ണമായിട്ടും ആയിട്ടില്ല, നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പം കുറച്ച് ചുടുവെള്ളം കൂടെ ഇടയ്ക്ക് നമ്മൾ ചേർത്ത് അതിൻ്റെ ഗ്രേവിക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പം ഇനി ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ കുറേ നല്ല എണ്ണമയമൊക്കെ കുറേശ്ശെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ കടുവറുക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ ഇവർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ചെയ്ത ഇതുപോലെ ഇത്ര ടേസ്റ്റല്ല. നമ്മളിങ്ങനെ നല്ല എരിയും നല്ല ഇപ്പം ഞാൻ ടൊമാറ്റോ ഇടാൻ നോക്കിയപ്പോൾ പറഞ്ഞു വേണ്ട, ടൊമാറ്റോ ഇതിലിടണ്ട, ഈ കറി അങ്ങനെ തന്നെ ചെയ്താൽ മതി, അതിൻ്റെ ഒരു രുചി അതാണ്, അതുകൊണ്ടാണ് ടൊമാറ്റോ ഇടാത്തത്. അപ്പം നമുക്ക് നോക്കാം. ഇത് കടുവറുത്ത് ഇനിയിപ്പോൾ ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പണി തീർന്നു. അപ്പം നിങ്ങളിത് ചെയ്യണം. ചെയ്യാത്ത ആൾക്കാർ ഇതൊക്കെ കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മളെ മലയാളികളുടെ ഇടയിൽ അറിഞ്ഞൂടാത്ത ആൾക്കാരില്ല. പക്ഷേ ഇപ്പോൾ നമ്മളെ ഒത്തിരി മക്കളൊക്കെ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്, പേയിങ് ഗസ്റ്റായിട്ടൊക്കെ താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഇപ്പോൾ എന്തിനും ഉടനെ നോക്കുന്നത് നെറ്റാണ്. അപ്പം അവരോടൊക്കെയാണ് ഞാൻ ഈ പ്രത്യേകിച്ച് ചിലപ്പോൾ ന്യൂ ജനറേഷൻകാരോട് പറയുന്നത്. ചെയ്യുമ്പം കണ്ടില്ലേ, ഇപ്പോൾ കടുവറുത്തൊഴിച്ചു, നല്ലൊരു മണമാണ്. അപ്പം നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം. നമ്മളെ ന്യൂ ജനറേഷൻകാർ എല്ലാം ഓരോന്ന് വഴറ്റി വേണം ആഡ് ചെയ്യാൻ. എന്നിട്ട് കോംബോ ആയിട്ട് അപ്പമോ ചപ്പാത്തിയോ എല്ലാം ചേരും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ അപ്പമാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.